മനുഷ്യാവതാരം ചെയ്ത ദൈവവും രക്ഷകനുമായ ഈശോ ചരിത്ര പുരുഷനായിരുന്നു എന്നത് പ്രത്യേകമായി വാദിച്ച് സ്ഥാപിക്കേണ്ട ആവശ്യമെന്നില്ല. കാരണം അത്രമാത്രം ചരിത്ര സാക്ഷ്യങ്ങളും തെളിവുകളും അതിനുണ്ട്. എന്നാൽ ഈശോ മിശിഹായുടെ മരണത്തെക്കുറിച്ച് ഇസ്ലാമിക മതഗ്രന്ഥമായ ഖുറാൻ തികച്ചും അവ്യക്തതയിലാണ്. അതിനാൽ തന്നെ അവിടുത്തെ ഉത്ഥാനത്തെക്കുറിച്ച് ഇസ്ലാമിക വിശ്വാസത്തിന് വലിയ പിടിപാടില്ല എന്നതാണ് സത്യം. ഈശോയുടെ ദൈവികതയെ നിഷേധിക്കാൻ ഇസ്ലാമിക വിശ്വാസത്തെ പ്രേരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ചരിത്ര യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് അവരുടെ മതഗ്രന്ഥത്തിൽ നിലനിൽക്കുന്ന അവ്യക്തതയാണ്. ഈശോയുടെ ഉത്ഥാനത്തെ സംബന്ധിച്ചുള്ള ചരിത്ര വസ്തുതകളെ അവതരിപ്പിക്കുന്ന സത്യാന്വേഷിയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. AD 7-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച ഇസ്ലാം മതം പ്രവാചകനായ മുഹമ്മദുമായിട്ടാണ് അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഇസ്ലാം സ്ഥാപകനായ മുഹമ്മദ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ മാത്രമാണ്. അള്ളാഹുവിൻ്റെ സന്ദേശവാഹകൻ എന്ന നിലയിലാണ് അദ്ദേഹം ചിത്രീകരിക്കപ്പെടുന്നത്. മുഹമ്മദ് നബിയെ മാറ്റി നിർത്തിയാൽ പോലും ഇസ്ലാമിൻ്റെ സന്ദേശം ഖുറാനിലുള്ളതുപോലെ അവിതർക്കം തുടരും. എന്നാൽ ഈശോ എന്ന ചരിത്ര പുരുഷനെയും അവൻ്റെ മരണോത്ഥാനത്തെയും ഒഴിച്ചു നിർത്തിയാൽ ക്രൈസ്തവ വിശ്വാസമില്ല. അതിനാൽ ക്രൈസ്തവികതയുടെ കേന്ദ്രം ദൈവപുത്രന്റെ മനുഷ്യാവതാരത്തിലുള്ള വിശ്വാസമാണെന്ന് പറയാം. അത് യേശു എന്ന വ്യക്തിയെ ദൈവസ്വഭാവവും മനുഷ്യ സ്വഭാവവുമുള്ള മനുഷ്യനായി കാണുകയും അവൻ വഴിയായി നടന്ന സംഭവത്തെ രക്ഷാകരമായി കാണുകയും അവനെ ദൈവത്തിൻ്റെ പിതാവിൻ്റെ സ്വയം വെളിപ്പെടുത്തലായി അംഗീകരിക്കുകയും. ഇതാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെയും ദൈവശാസ്ത്രത്തിൻ്റെയും ഒക്കെ കേന്ദ്രം, മർമ്മം എന്ന് പറയുന്നത്. നസ്രത്തിൽ ജീവിച്ചിരുന്ന യേശുവെന്ന മനുഷ്യൻ മിശിഹായും ദൈവത്തിൻ്റെ നിത്യവചനവും ദൈവപുത്രനും അതിനാൽ ദൈവവുമായിരുന്നവനും മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചവനുമായിരുന്നു എന്ന് വിശ്വസിച്ച് തൻ്റെ ജീവിതത്തെ ക്രമീകരിക്കാൻ ശ്രമിക്കുന്നവനാണ് ക്രിസ്ത്യാനി. വിശുദ്ധ പൗലോസിന്റെ ഭാഷ്യപ്രകാരം ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നുവെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായി തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതെ കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ദൈവത്തിന്റെ നിത്യവചനം മാംസം ധരിച്ച് ചരിത്രത്തിലെ ഒരു വ്യക്തിയായി തീർന്നുവെന്നും ആ വ്യക്തി പശ്ചിമേഷ്യയിലെ പലസ്തീനായിൽ നസ്രത്ത് എന്ന സ്ഥലത്ത് ജീവിച്ചിരുന്ന യേശുക്രിസ്തു എന്ന പുരുഷനായിരുന്നുവെന്നും യേശുക്രിസ്തു എന്ന ചരിത്ര പുരുഷനിലാണ് ദൈവത്തിന്റെ രക്ഷാകര പ്രവർത്തനത്തിന്റെ സർവസ്വവും അടങ്ങിയിരിക്കുന്നതെന്നും ആയതിനാൽ എല്ലാ മനുഷ്യരുടെയും രക്ഷ പ്രസ്തുത ചരിത്ര പുരുഷനുമായി അനിവാര്യവും അഭേദ്യവുമായ രീതിയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുമുള്ള പഠനങ്ങൾ പലർക്കും ഇടർച്ചയ്ക്ക് കാരണമാണ്. ദൈവത്തിന്റെ രക്ഷാകര പ്രവർത്തനം ചരിത്രപരതയുടെ ചട്ടക്കൂടിൽ തളച്ചിടുന്നുവെന്നതാണ് ഇതിന് കാരണം. മാത്രമല്ല യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷാകര പ്രവൃത്തിയുടെ നിദാനം അവന്റെ കുരിശുമരണവും ഉയിർപ്പുമാണ് എന്നുള്ള വസ്തുതയും ഇടർച്ചയുടെ ആക്കം വർദ്ധിപ്പിക്കുന്നു. അതിനാൽ തൻ്റെ പ്രഘോഷണത്തെക്കുറിച്ച് പൗലോസ്ലീഹ ഇങ്ങനെ എഴുതി: ഞങ്ങളാകട്ടെ യഹൂദർക്ക് ഇടർച്ചയും വിജാതീയർക്ക് ഭോഷത്വവുമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ആഥൻസിലെ അരയോപാഗസിലെ പൗലോസിന്റെ പ്രസംഗത്തിലും വിശ്വാസത്തിലെ ഈ വൈരുദ്ധ്യം വ്യക്തമാണ്. പൗലോസിനെ വിഡ്ഢിയായി കരുതിയ എപ്പിക്കൂറിയൻ ചിന്തകരും സ്റ്റോയിക് ചിന്തകരും അടങ്ങിയ ശ്രോതാക്കൾ അവൻ സൃഷ്ടാവായ ദൈവത്തെക്കുറിച്ച് പറഞ്ഞത് സഹിഷ്ണുതാപൂർവം കേൾക്കാൻ തയ്യാറായി. എന്നാൽ ദൈവം യേശുവെന്ന മനുഷ്യരിലൂടെ ലോകത്തെ മുഴുവൻ വിധിക്കാനിരിക്കുന്നുവെന്നും അതിൻ്റെ ഉറപ്പായി അവിടുന്ന് അവനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചു എന്നും പറഞ്ഞപ്പോൾ അവർ പൗലോസിനെ പരിഹസിക്കുകയും അവരുടെ ഇടയിൽ ഭിന്നത ഉണ്ടാവുകയും ചെയ്തു. യേശുവിൻ്റെ പുനരുദ്ധാനമാണ് അവരുടെ പരിഹാസത്തിനും തുടർന്ന് വിഭജനത്തിനുമൊക്കെ കാരണമായത്. ചരിത്രപുരുഷനായ നസ്രത്തിലെ യേശുവിനെ ദൈവം ഉയർപ്പിക്കുക വഴിയാണ് അവനെ അവിടുന്ന് കർത്താവും ക്രിസ്തുവുമാക്കി മാറ്റിയത്. അതാണ് അപ്പസ്തോലിക സഭയുടെ വിശ്വാസവും അടിസ്ഥാന പ്രഖ്യാപനവും. അതിനാൽ നിങ്ങൾ കുരിശിൽ തറച്ച യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി ഉയർത്തി എന്ന് ഇസ്രായേൽ ജനം മുഴുവൻ വ്യക്തമായി അറിയുന്നു. പുതിയ നിയമ പുസ്തകങ്ങളിൽ യേശുവിൻ്റെ ഒരു ചരിത്രമല്ല, പ്രത്യുത അവനെക്കുറിച്ചുള്ള വിശ്വാസാത്മക വ്യാഖ്യാനമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ചരിത്ര പുരുഷനായ യേശുവിനെയല്ല, തങ്ങളുടെ വിശ്വാസത്തിലെ ക്രിസ്തുവിനെ ആവിഷ്കരിക്കുകയാണ് പുതിയ നിയമ ഗ്രന്ഥകർത്താക്കളുടെ ഉദ്ദേശം. ക്രിസ്തുവിനെ സംബന്ധിച്ച ഈ പ്രഖ്യാപനങ്ങൾ ചരിത്രത്തിൽ അധിഷ്ഠിതമാണെങ്കിലും അവ യഥാർത്ഥത്തിൽ വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങൾ കൂടിയാണ്. എന്നിരുന്നാലും
നസ്രത്തിലെ യേശുവിനെ സംബന്ധിച്ചും അവന്റെ മരണത്തെക്കുറിച്ചും പുനരുദ്ധാനത്തെക്കുറിച്ചുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യങ്ങൾ സുവിശേഷങ്ങൾ തന്നെയാണ്. ഒലിവ് മലയുടെ താഴ്വരയിൽ ഗത്സമൻ എന്ന സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന യേശുവിനെ 12 പേരിൽ ഒരുവനായ യൂദാസിന്റെ നേതൃത്വത്തിൽ എത്തിയ ഒരു സായുധ സംഘമാണ് പിടികൂടിയത്. 12 പേരടങ്ങിയ ശിഷ്യന്മാരുടെ സംഘത്തിന് അപകീർത്തി വരുത്തിയതും ആദിമസഭയ്ക്ക് ദൈവശാസ്ത്രപരമായ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുകയും ചെയ്ത ഒന്നാണ് യൂദാസിന്റെ ഈ ഒറ്റിക്കൊടുക്കൽ. ചരിത്രപരമായിരിക്കുകയും ഒഴിച്ചുകൂടാൻ സാധിക്കാതിരിക്കുകയും വന്ന സാഹചര്യത്തിലാണ് ദൈവശാസ്ത്രപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും പിൽക്കാല പാരമ്പര്യങ്ങൾ ഈ കാര്യം നിലനിർത്തിപ്പോന്നത്. യൂദാസിന്റെ ഈ ഒറ്റിക്കൊടുക്കൽ പ്രധാന പുരോഹിതന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നിരിക്കണം യേശുവിനെ പിടികൂടിയത്. മിക്കവാറും തങ്ങളുടെ പ്രസ്തുത പ്രവൃത്തിയെക്കുറിച്ച് അവർ ഗവർണറായ പീലാത്തോസിനെ നേരത്തെ അറിയിച്ചിട്ടുമുണ്ടായിരുന്നിരിക്കണം. ഈശോ എതിർപ്പില്ലാതെ കീഴടങ്ങി. അവന്റെ ശിഷ്യന്മാർ ഓടി രക്ഷപ്പെട്ടു. ഇതും സുവിശേഷങ്ങളിലുണ്ട്. പിടികൂടിയതിനു ശേഷം പീലാത്തോസിന്റെ മുമ്പിൽ യേശുവിനെ ഹാജരാക്കുന്നതിന് മുൻപ് യഹൂദ അധികാരികളുടെ മുൻപിൽ ഒരു വിചാരണ നടന്നിരിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രസ്തുത വിചാരണയിലൂടെ ആയിരുന്നിരിക്കണം പിന്നീട് പീലാത്തോസിന്റെ മുൻപിൽ അവതരിപ്പിച്ച് അവനെതിരായ ആക്ഷേപങ്ങൾ കൃത്യമായി അവതരിപ്പിക്കാൻ അവർക്ക് സാധിച്ചത്. അതായത്, ഇവൻ ജെറുസലേം ദേവാലയത്തിനെതിരെ ഭീഷണി ഉയർത്തിയെന്നും നിയമത്തിന് വിരുദ്ധമായി പഠിപ്പിച്ചുവെന്നും വ്യാജപ്രവാചകൻ എന്ന നിലയിൽ ജനങ്ങളെ വഴിതെറ്റിക്കുന്നുവെന്നും ദൈവപുത്രനാണ് എന്ന് അവകാശപ്പെടുന്നു എന്നും തുടങ്ങിയ ആരോപണങ്ങൾ. വിചാരണ സമയത്ത് ദൂരെ മാറി യേശുവിനെ അനുഗമിച്ച പത്രോസിനെ യഹൂദ അധികാരികളുടെ കീഴിലുള്ള ചിലർ തിരിച്ചറിഞ്ഞിരുന്നു. പത്രോസാകട്ടെ യേശുവുമായി യാതൊരുവിധ ബന്ധവുമില്ല എന്ന് പറഞ്ഞ് ഒഴിവായി. പത്രോസിനും ആദിമസഭയ്ക്കും അപമാനമുണ്ടാക്കുന്ന ആ വിവരണം ചരിത്രപരമല്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും സുവിശേഷങ്ങളിൽ നിലനിർത്തുമായിരുന്നില്ല, കാണപ്പെടുമായിരുന്നില്ല. പത്രോസിനെ അപകീർത്തിപ്പെടുത്തുന്ന പ്രസ്തുത വിവരണം പോലും പിൽക്കാല സഭ അതിൽ വായിച്ച് അവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ അത് ഉപയോഗപ്പെടുത്തിയെങ്കിൽ ഇത് ചരിത്ര സത്യമാകാതെ വഴിയിൽ. AD 26 മുതൽ 36 വരെ യൂദയായുടെ റോമൻ ഗവർണറായിരുന്ന പന്തിയോസ് പീലാത്തോസിന് രാഷ്ട്രീയ കുറ്റങ്ങൾ അന്വേഷിക്കുന്നതിന് മാത്രമാണ് താല്പര്യമുണ്ടായിരുന്നത്. അക്കാരണത്താൽ മതാത്മക കുറ്റങ്ങൾക്ക് ദേവാലയ അധികാരികൾ ഒരു രാഷ്ട്രീയ പരിവേഷമാണ് ചാർത്തിയിരുന്നത്. യേശുവിന്റെ കുറ്റം അവർ റോമാ ചക്രവർത്തിക്കെതിരായ ഒന്നായിട്ടാണ് ചിത്രീകരിച്ചത്. മതവും രാഷ്ട്രീയവും തമ്മിലുള്ള വേർതിരിവ് വ്യക്തമല്ലാത്തിടത്ത് അപ്രകാരമുള്ള വ്യാഖ്യാനങ്ങൾ എളുപ്പമാണല്ലോ. യേശുവിനെ യഹൂദ സിംഹാസനത്തിന് വേണ്ടി വെമ്പുന്ന ഒരു വിപ്ലവകാരിയായിട്ട് അവർ ചിത്രീകരിച്ചു. യഹൂദരുടെ രാജാവ് എന്ന കുറ്റപത്രത്തിന്മേലായിരുന്നു പീലാത്തോസ് യേശുവിനെ വിസ്തരിച്ചതും മരണത്തിന് വിധിച്ചതും. അതുകൊണ്ടാണ് യേശുവിന്റെ കുരിശിന്റെ മുകളിലുള്ള ലിഖിതം അപ്രകാരം അവർ എഴുതി വെച്ചത്. റോമാ ഗവർണറുടെ മുമ്പിലുള്ള വിചാരണയുടെ അവസാനത്തിൽ യേശുവിനെ അവർ കുരിശുമരണത്തിന് വിധിച്ചു. അതിനു മുൻപായി യേശുവിനെ അവർ മർദ്ദിച്ചു. കുരിശുമരണം എത്രയും എളുപ്പം നടക്കാൻ വേണ്ടിയുള്ളതായിരുന്നു ഈ ആദ്യ മർദ്ദനങ്ങളെല്ലാം. യേശു വളരെ ക്ഷീണിതനായിരുന്നതിനാൽ കുരിശിന്റെ തിരശ്ചീന ഭാഗം അവന് സ്വയം ചുമക്കാനായിട്ട് സാധിച്ചില്ല. കിറേനേക്കാരൻ ശിമയോനെ അവന്റെ കുരിശു ചുമക്കുവാൻ പട്ടാളക്കാർ നിർബന്ധിച്ചു. അയാളുടെ മക്കളായ അലക്സാണ്ടറും റൂഫസും പിൽക്കാലത്ത് സഭയിൽ വളരെ പ്രധാനപ്പെട്ടവരായിരുന്നു. ആകയാൽ പിൽക്കാലത്ത് ക്രിസ്ത്യാനിയായി തീർന്ന ഒരാളെങ്കിലും യേശുവിന്റെ കുരിശുമരണത്തിന് സാക്ഷിയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. കിറേനക്കാരൻ ശിമയോന് പുറമെ യേശുവിന്റെ കുരിശുമരണത്തിന് സാക്ഷികൾ ഗലീലിയക്കാരായിരുന്ന ചില സ്ത്രീകൾ കൂടിയുണ്ടായിരുന്നു. യേശുവിന്റെ മരണം പ്രതീക്ഷിച്ചതിന് മുൻപേ നടന്നു. അക്കാരണത്താൽ അവന്റെ കാലുകൾ തകർക്കേണ്ടി വന്നില്ല. സൂര്യാസ്തമയത്തിന് മുൻപ്, അതായത് അന്ന് സാബത്ത് ആരംഭിക്കുന്നതിന് മുൻപ് ശരീരം താഴെ ഇറക്കി. കാരണം ശവശരീരം രാത്രിയിൽ മരത്തിൽ തൂങ്ങിക്കിടക്കുന്നത് വഴി വിശുദ്ധ ഭൂമി അശുദ്ധമാകുവാൻ പാടില്ല എന്നൊരു യഹൂദ നിയമം ഉണ്ടായിരുന്നു. നിയമാവർത്തന പുസ്തകത്തിൽ നമ്മളത് വായിക്കുന്നു. ശരീരം ഏറ്റുവാങ്ങുവാൻ അടുത്ത ബന്ധുക്കളില്ലായിരുന്നുവെങ്കിൽ ചടങ്ങുകളില്ലാതെ പൊതുശ്മശാനത്തിൽ സംസ്കരിക്കപ്പെടുമായിരുന്നു. എന്നാൽ യഹൂദ ആലോചനാ സംഘത്തിന്റെ അംഗമായിരുന്ന അരമത്തിയാക്കാരൻ ജോസഫ് പീലാത്തോസിനെ സമീപിച്ച് യേശുവിന്റെ ശരീരം ഏറ്റുവാങ്ങുകയും തന്റെ ഒരു കല്ലറയിൽ സംസ്കരിക്കുകയും ഗലീലയിൽ നിന്നുള്ള യേശുവിന്റെ ശിഷ്യരായിരുന്ന ചില സ്ത്രീകൾ ശവസംസ്കാരത്തിന്റെ ഒരുക്കങ്ങൾക്ക് സാക്ഷികളും ആയിരുന്നു. ചരിത്രപുരുഷനായ യേശുവിന്റെ ജീവചരിത്രവും മരണവും ചരിത്രത്തിന്റെ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആർക്കു വേണമെങ്കിലും പരിശോധിച്ച് മനസ്സിലാക്കാവുന്നതാണ്. എന്നാൽ യേശുവിന്റെ ഉയർപ്പ് അത്തരത്തിലൊരു ഗവേഷണത്തിന് അതീതമാണ്. ഉയർപ്പ് സ്ഥലകാല പരിമിതികളെ അതിലംഘിക്കുന്ന ഒരു യാഥാർത്ഥ്യം. അതേസമയം ഉയർപ്പിന്റെ ചില പരിണിത ഫലങ്ങൾ സ്ഥലകാലങ്ങളോട് ബന്ധപ്പെട്ടവയുമാണ്. ശൂന്യമായ കല്ലറയും ഈശോയുടെ പ്രത്യക്ഷപ്പെടലുകളുമാണ് അത്.
ശൂന്യമായ കല്ലറയുടെ പാരമ്പര്യം സഭയുടെ ഒരു പിൽക്കാല കെട്ടുകഥയായി കരുതുന്നത് യുക്തിരഹിതമാണ്. ഉയർത്തെഴുന്നേറ്റ യേശു തങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയാൻ കഴിയുന്ന പലരും ഉണ്ടായിരുന്നു എന്നതും, അവരിൽ ചിലർ ചരിത്രപുരുഷനായ യേശുവിന്റെ ശിഷ്യരും ഭയം മൂലം അവന്റെ മരണസമയത്ത് അവനെ വിട്ടുപോയിരുന്നവരും ഉയർപ്പനുഭവത്തിന് ശേഷം നിശേഷം ഭയമില്ലാതെ തങ്ങളുടെ ജീവൻ പോലും അതിനുവേണ്ടി ബലി കഴിച്ചവരുമായിരുന്നു എന്നതും ചരിത്ര വസ്തുതകളാണ്. മരിച്ചടക്കപ്പെട്ട യേശു ഉയർത്തെഴുന്നേറ്റു എന്ന പുതിയ നിയമ പ്രഖ്യാപനത്തെ സൂക്ഷ്മമായി വീണ്ടും പരിശോധിച്ചാൽ അതിന്റെ ചരിത്രപരതയെ പിന്താങ്ങുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈശോ പ്രത്യക്ഷപ്പെട്ടത് വ്യക്തികൾക്കും ചിലപ്പോൾ ചില ആളുകൾക്ക് ഒരുമിച്ചുമാണ്. ഈ പ്രത്യക്ഷപ്പെടലുകളിൽ യേശു തന്നെയാണ് മുൻകൈ എടുക്കുന്നത്. അവൻ സ്വയം കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്, മറിച്ച് അവനെ മറ്റുള്ളവർ കണ്ടു എന്നല്ല നമ്മൾ വായിക്കും. രണ്ട്, തികച്ചും സാധാരണമായ സാഹചര്യങ്ങളിലാണ് ഉയർപ്പിന്റെ പ്രത്യക്ഷപ്പെടലുകൾ നടക്കുന്നത്. ദൈവത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു ബന്ധപ്പെടൽ ഒരു ദിവ്യാനുഭൂതിയുടെ അനുഭവമല്ല, സ്വപ്നത്തിന്റെ അനുഭവമല്ല, സ്വപ്നത്തിന്റെ പശ്ചാത്തലത്തിലോ രാത്രിയിലോ നടന്നതല്ല. മറ്റ് ചിലയിടങ്ങളിൽ കാണുന്നത് പോലുള്ള അപ്പോക്കലിപ്റ്റിക് വിവരണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ശൈലിയിലാണ് ഈ വിവരണങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. മൂന്ന്, ഈശോയുടെ ജീവിതകാലത്തെ അനുയായികൾ അവനെ ഉത്ഥാനത്തിന് ശേഷം തിരിച്ചറിഞ്ഞു. ഉദാഹരണം യോഹന്നാൻ 21:7, അത് കർത്താവാണ് എന്ന വചനം. പിൽക്കാലത്ത് വിശ്വാസം സ്വീകരിച്ച ആർക്കും, പൗലോസിന് പോലും ആവർത്തിക്കാൻ കഴിയാത്ത അനുഭവമാണത്. പത്രോസും മറിയം മഗ്ദലനായും ഇതര ശിഷ്യരും യേശുവിന്റെ പ്രവർത്തന കാലത്തുള്ള അനുഭവവും ഉയർപ്പിന് ശേഷമുള്ള അനുഭവവും കൂട്ടിയിണക്കുന്നവരാണ്. അവരുടെ അനുഭവം ആവർത്തിക്കപ്പെടാവുന്നതല്ല, അവരുടെ അനുഭവം അടിസ്ഥാനപരമാണ്. അതാണ് ക്രൈസ്തവ സമൂഹങ്ങളെ സ്ഥാപിക്കുന്നതിനും ക്രൈസ്തവ സന്ദേശം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമുള്ള അടിസ്ഥാനമായ അനുഭവം. ശൂന്യമായ കല്ലറ അതിൽ തന്നെ ഉയർപ്പിന്റെ തെളിവല്ലെങ്കിലും പ്രത്യക്ഷപ്പെടലുകളുടെ അടിസ്ഥാനത്തിൽ അത് ഉയർപ്പിനെ സ്ഥിരീകരിക്കാൻ ഉപകരിക്കുന്നു. സുവിശേഷ വിവരണങ്ങൾ പ്രകാരം അത്ഭുതകരമാവണ്ണം യേശുവിന്റെ കല്ലറ തുറന്നിരുന്നതും അത് ശൂന്യമായിരുന്നതും കണ്ടു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് സ്ത്രീകളാണ് എന്നത് അതിന്റെ ചരിത്രപരമായ വിശ്വസനീയത ഇന്ന് വർദ്ധിപ്പിക്കുന്നുണ്ട്. കാരണം ശൂന്യമായ കല്ലറയുടെ ചിത്രീകരണം സഭ പിൽക്കാലത്തുണ്ടാക്കിയ കെട്ടുകഥയായിരുന്നു എങ്കിൽ, അതൊരു ലെജൻഡ് ആയിരുന്നുവെങ്കിൽ, അവർ ശൂന്യമായ കല്ലറയുടെ സാക്ഷികളായി അവതരിപ്പിക്കുന്നത് പുരുഷന്മാരെ ആകുമായിരുന്നു. കാരണം പാലസ്തീനായിൽ ആ കാലത്ത് സ്ത്രീകളുടെ സാക്ഷ്യം സ്വീകാര്യമായി കരുതിയിരുന്നില്ല. കെട്ടുകഥകൾ നിർമ്മിക്കുന്നവർ അവ സ്വീകാര്യമായ രീതിയിൽ മാത്രമല്ലേ അവതരിപ്പിക്കുകയുള്ളൂ. ചരിത്രപുരുഷനായ യേശുവിനെ കുറിച്ചും അവന്റെ മരണത്തെക്കുറിച്ചും യഹൂദ ചരിത്രകാരനായ ജോസെഫൂസിന്റെ ദ ജൂവിഷ് ആന്റിക്വിറ്റീസ് എന്ന കൃതിയിൽ കാണാം. അതിൽ യേശുവിനെ കുറിച്ച് 2 പരാമർശങ്ങളും. ആദ്യത്തെ പരാമർശം വളരെ ചെറിയ ഒന്നാണ്. യൂദയായിൽ പ്രൊക്കുറേറ്റർ ആയിരുന്ന ഫെസ്തൂസിന്റെ മരണത്തിന് ശേഷം അയാളുടെ പിൻഗാമിയായി അൽബിനൂസിനെ പ്രൊക്കുറേറ്ററായി നിയമിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പരാമർശം വരുന്നത്. അൽബിനൂസ് പലസ്തീനായിലേക്കുള്ള യാത്ര തിരിച്ചതിന് ശേഷം അപ്പോഴത്തെ പ്രധാന പുരോഹിതനായിരുന്ന അന്നാസ് യഹൂദ ആലോചനാ സംഘം വിളിച്ചുകൂട്ടി പ്രൊക്കുറേറ്ററിന്റെ അനുവാദം കൂടാതെ ചിലരെ വധിച്ചു എന്നതാണ് സംഭവം. ജോസെഫൂസ് ഇങ്ങനെയാണ് എഴുതുന്നത്: ഹൃദയശൂന്യനായിരുന്ന ഒരു സദുക്കായനായിരുന്നു അന്നാസ്. ഫെസ്തൂസ് മരിക്കുകയും അൽബിനൂസ് യാത്രാമധ്യേ ആയിരിക്കുന്നതും കൊണ്ട് തനിക്ക് സൗകര്യപ്രദമായ ഒരു അവസരം ലഭിച്ചിരിക്കുകയാണ് എന്ന് കണ്ട് വിധികർത്താക്കളുടെ ഒരു യോഗം വിളിച്ചുകൂട്ടി അവരുടെ മുൻപിൽ മിശിഹ എന്ന് വിളിക്കപ്പെട്ടിരുന്ന യേശുവിന്റെ സഹോദരൻ യാക്കോബ് എന്ന നാമധാരിയെയും മറ്റു ചിലരെയും ഹാജരാക്കി. നിയമം ലംഘിച്ചു എന്ന ആരോപണത്തിന്റെ പേരിൽ അവരെ കല്ലെറിഞ്ഞു കൊല്ലാൻ വിധിച്ചു. ദ ജൂവിഷ് ആന്റിക്വിറ്റീസിന്റെ ഗ്രീക്ക് പ്രതികളിൽ തന്നെ കാണുന്ന ഈ ഭാഗത്തിന്റെ ആധികാരികതയെക്കുറിച്ച് ആർക്കും സംശയമൊന്നുമില്ല. കർത്താവിന്റെ സഹോദരൻ എന്ന ക്രൈസ്തവ പ്രയോഗത്തിന് പകരമാണ് യേശുവിന്റെ സഹോദരൻ എന്ന പ്രയോഗം ജോസെഫൂസ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ശ്രദ്ധേയമാണ്. ഈ ഭാഗം പിൽക്കാലത്ത് ഒരു ക്രൈസ്തവ പകർത്തിയെഴുത്തുകാരൻ തിരികെ കയറ്റിയതാണ് എന്നൊരിക്കലും പറയാൻ കഴിയില്ല. യാക്കോബ് എന്ന പേര് യഹൂദരുടെ ഇടയിൽ സർവ്വസാധാരണമായ ഒരു പേരായിരുന്നു എന്നതിനാൽ ഇവിടെ പറയപ്പെടുന്ന യാക്കോബിനെ തിരിച്ചറിയാൻ വേണ്ടി അയാളുടെ മറ്റു വിശേഷണങ്ങൾ ഒന്നും പറയാൻ സാധിക്കാതെ വന്നപ്പോൾ ജോസെഫൂസ് ജനത്തിന് കൂടുതൽ പരിചയമുള്ള യാക്കോബിന്റെ സഹോദരൻ യേശുവിന്റെ പേര് പറഞ്ഞ് യാക്കോബിനെ പരിചയപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. യേശുവിനെ കുറിച്ച് പറയുമ്പോൾ മറ്റൊന്നുകൂടെ അദ്ദേഹത്തെക്കുറിച്ച് ജോസെഫൂസ് കൂട്ടിച്ചേർക്കുന്നു. യേശുവിനെ മിശിഹ എന്ന് വിളിച്ചിരുന്നു. തന്റെ അനുവാചകർക്ക് മിശിഹ എന്ന് വിളിക്കപ്പെട്ടിരുന്ന യേശു ആരായിരുന്നുവെന്ന് അറിയാമായിരുന്നു എന്ന് ജോസെഫൂസ് കരുതി എന്നാണ് ഇവിടെ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം.
ദ ജൂവിഷ് ആന്റിക്വിറ്റീസിലുള്ള യേശുവിനെ സംബന്ധിച്ച രണ്ടാമത്തെ പരാമർശം ഫ്ലാവിയന്റെ സാക്ഷ്യം എന്നാണ് അറിയപ്പെടുന്നത്. അതിപ്രകാരമാണ്. ഈ സമയത്താണ് യേശു എന്ന ഒരു വിജ്ഞനായ മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ടത്. അവനെ മനുഷ്യനെന്ന് വിളിക്കാമെങ്കിൽ അവൻ അത്ഭുതകരമായ പ്രവർത്തികളുടെ മനുഷ്യനായി. സത്യം സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ആളുകളുടെ ഗുരുവായിരുന്നു അവൻ. യഹൂദരിൽ നിന്നും യവനരിൽ നിന്നും ഏറെ അനുയായികളെ അവൻ സ്വന്തമാക്കി. അവൻ മിശിഹ ആയിരുന്നു. നമ്മുടെ ഇടയിലെ പ്രമുഖർ അവന്റെ മേൽ നടത്തിയ കുറ്റാരോപണത്തെ തുടർന്ന് പീലാത്തോസ് അവനെ കുരിശുമരണത്തിന് വിധിച്ചുവെങ്കിലും അവനെ ആദ്യം സ്നേഹിച്ചവർ അവനിൽ നിന്നും പിന്മാറിയില്ല. എന്തെന്നാൽ വിശുദ്ധ പ്രവാചകന്മാർ അവനെക്കുറിച്ച് പറഞ്ഞിരുന്നത് പോലെ അവൻ 3-ാം ദിവസം വീണ്ടും ജീവിക്കുന്നവനായി അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. പ്രവാചകർ അവനെക്കുറിച്ച് വിസ്മയകരമായ മറ്റനേകം കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇന്നുവരെ അവന്റെ പേരിലുള്ള ക്രിസ്ത്യാനികളുടെ വംശം ഇല്ലാതെയായിട്ടില്ല. ജോസേഫൂസിന്റെ ചരിത്രപരമായ ഈ സാക്ഷ്യങ്ങളിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്. യേശു യഹൂദ പ്രമാണികളുടെ ആക്ഷേപം കാരണം പീലാത്തോസിനാൽ മരണത്തിന് വിധിക്കപ്പെടുകയും കുരിശിൽ മരിക്കുകയും ചെയ്തു. അതൊരു അനിഷേധ്യമായ ചരിത്ര വസ്തുതയാണ്. യഹൂദനായ ജോസേഫൂസ് അർത്ഥശങ്കയ്ക്കിടയില്ലാതെയാണ് ഇക്കാര്യം പറയുന്നത്. റോമൻ ചരിത്രകാരനായ ടാസിറ്റസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് അനാൽസ്. ഇതിൽ AD 14 മുതൽ 68 വരെയുള്ള ചരിത്രം എഴുതുവാനായിരുന്നു ടാസിറ്റസ് ശ്രമിച്ചത്. ഈ കൃതിയുടെ ചില പുസ്തകങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇപ്രകാരം നഷ്ടപ്പെട്ടതിൽ ഉൾപ്പെട്ടതാണ് AD 29 മുതൽ 12 വരെയുള്ള വിവരണങ്ങൾ. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഭാഗം നഷ്ടപ്പെട്ടത് നിർഭാഗ്യകരമാണ്. കാരണം യേശുവിന്റെ വിചാരണയും മരണവും AD 10 ഇന്നത്തെ നിഗമനം. അങ്ങനെയെങ്കിൽ ടാസിറ്റസിന്റെ ഈ കൃതിയുടെ ഒരു പൂർണ്ണമായ കയ്യെഴുത്ത് പ്രതി നമുക്ക് കിട്ടാത്തിടത്തോളം കാലം അദ്ദേഹം യേശുവിനെ കുറിച്ച് AD 30-31 വരെയുള്ള പ്രതിപാദ്യത്തിൽ എന്തെങ്കിലും സൂചിപ്പിച്ചിരുന്നോ എന്ന് നമുക്കൊരിക്കലും അറിയാൻ കഴിയില്ല. എന്നാൽ നീറോ ചക്രവർത്തിയുടെ കാലത്ത് AD 64 റോമിലുണ്ടായ വലിയ തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ യേശുവിനെ കുറിച്ച് അനാലസിൽ ഒരു പരാമർശം. തീപിടുത്തത്തെ തുടർന്ന് പൊതുജനം ചക്രവർത്തി തന്നെയാണ് നഗരത്തിന് തീ കൊടുത്തത് എന്ന് ആരോപിച്ചു. പ്രസ്തുത ജനശ്രുതിക്ക് വിരാമമിടാൻ നീറോ കുറ്റം ക്രിസ്ത്യാനികളുടെ മേൽ കെട്ടിവെച്ചു. പ്രസ്തുത കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരണത്തിൽ ടാസിറ്റസ് അനാലസിൽ എഴുതുന്നത് ഇങ്ങനെയാണ്: ആകയാൽ ജനശ്രുതി നുണയാണെന്ന് സ്ഥാപിക്കാൻ നീറോ ക്രിസ്ത്യാനികളെന്ന് ജനം വിളിക്കുകയും ദുർവൃത്തികൾ മൂലം വെറുക്കപ്പെടുകയും ചെയ്തിരുന്ന ഒരു കൂട്ടം ആളുകളുടെ മേൽ കുറ്റം ചുമത്തുകയും അങ്ങനെ അവരെ ബലിയാടുകളാക്കുകയും അവരെ ശിക്ഷിക്കുകയും അതീവ ക്രൂരതയ്ക്ക് അവരെ വിധേയരാക്കുകയും ക്രിസ്ത്യാനികൾ എന്ന അവരുടെ പേരിന് കാരണമായ ക്രിസ്തു എന്നയാൾ തിബേരിയൂസിന്റെ ഭരണകാലത്ത് പന്തിയോസ് പീലാത്തോസിനാൽ വധശിക്ഷ അനുഭവിച്ചവനാണ്. അങ്ങനെ അല്പനേരത്തേക്ക് നിഗ്രഹിക്കപ്പെട്ടിരുന്ന ഈ മാരകമായ അന്ധവിശ്വാസം പിന്നെയും പൊട്ടിപ്പുറപ്പെട്ടു. അപ്രകാരം സംഭവിച്ചത് ആ തിന്മയുടെ പ്രഭവസ്ഥാനമായ യൂദയായിൽ മാത്രമല്ല, പിന്നെയോ റോമാ നഗരത്തിലും കൂടെയാണ്. ഈ നഗരത്തിലാണല്ലോ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള അസുഖകരവും ലജ്ജാകരവുമായിട്ടുള്ളവ ഒത്തുചേരുന്നതും പരിപോഷിപ്പിക്കപ്പെടുന്നതും. ക്രിസ്ത്യാനികളെ നീറോ ചക്രവർത്തി ക്രൂരമായി പീഡിപ്പിച്ചത് വിവരിക്കുകയാണ് ടാസിറ്റസിന്റെ ഉദ്ദേശമെങ്കിലും യേശുവിനെ കുറിച്ച് അയാൾ ശ്രദ്ധേയമായ 2 കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, യേശുവിന്റെ മരണം നടന്നത് തിബേരിയൂസ് ചക്രവർത്തിയുടെ ഭരണകാലത്ത് പന്തിയോസ് പീലാത്തോസ് യൂദയായുടെ ഗവർണറായിരുന്ന സമയത്താണ്. 2, യൂദയായുടെ ഗവർണർ നടപ്പാക്കിയ വധശിക്ഷ വഴിയാണ് യേശു മരിച്ചത്. ജോസേഫൂസിനും ടാസിറ്റസിനും പുറമെ മറ്റ് ചില യഹൂദ വിജാതീയ സാക്ഷ്യങ്ങളും 1-2 നൂറ്റാണ്ടുകളിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അവയൊന്നും ഈ 2 സാക്ഷ്യങ്ങളും നൽകുന്നതിലുപരിയായി മറ്റ് വിവരങ്ങളൊന്നും തന്നെ നൽകുന്നില്ല. അതേസമയം ഇവിടെ ഇപ്പോൾ പറയുകയോ പഠന വിഷയമാക്കുകയോ ചെയ്യാത്ത പ്രസ്തുത സാക്ഷ്യങ്ങൾ സുവിശേഷ സാക്ഷ്യങ്ങളെയും സുവിശേഷ ഇതര സാക്ഷ്യങ്ങളെയും പ്രബലപ്പെടുത്തുന്നവ തന്നെയാണ്. ഈ സാക്ഷ്യങ്ങളെല്ലാം തന്നെ യേശുവിന്റെ കുരിശുമരണവും ഉത്ഥാനവും ശാസ്ത്രീയ ചരിത്ര പഠനത്തിന്റെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് തെളിയിക്കപ്പെടാവുന്നവയാണ് എന്ന് ചൂണ്ടിക്കാട്ടുന്നു. രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് പശ്ചിമേഷ്യയിൽ പലസ്തീനായിൽ ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്ന യേശു എന്ന ചരിത്ര പുരുഷനിലാണ് ദൈവാവിഷ്കാരത്തിന്റെ പൂർണ്ണത ക്രൈസ്തവർ കണ്ടെത്തുന്നത്. ആ മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും അവന്റെ അത്ഭുതകരമായ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചും പുതിയ നിയമം പ്രത്യേകിച്ച് സുവിശേഷങ്ങൾ പ്രതിപാദിക്കുന്നു. സുവിശേഷങ്ങൾ വിശ്വാസ ലിഖിതങ്ങളാകയാൽ
അവയുടെ ചരിത്രപരത ചോദ്യം ചെയ്യപ്പെടാവുന്നതാണ്. അതേസമയം ശാസ്ത്രീയമായ ചരിത്ര പഠനത്തിന്റെ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സുവിശേഷങ്ങളെ അപഗ്രഥിച്ചാൽ യേശു സംഭവത്തെക്കുറിച്ച് ഭാവാത്മകമായ ചരിത്ര വസ്തുതകൾ സുവിശേഷങ്ങളിൽ നിന്ന് തന്നെ കണ്ടെത്താം. അപ്രകാരം കണ്ടെടുത്ത വസ്തുതകൾ സുവിശേഷങ്ങൾ രചിച്ച കാലഘട്ടത്തിൽ തന്നെയുള്ള ചില ചരിത്രകാരന്മാരുടെ കൃതികളിലും നമുക്ക് കാണാൻ. യഹൂദ ചരിത്രകാരനായ ജോസഫൂസും റോമൻ ചരിത്രകാരനായ ടാസിറ്റസും ഒക്കെ നൽകുന്ന സാക്ഷ്യങ്ങൾ ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടവ തന്നെയാണ്. യേശുവിന്റെ മരണം അനിഷേധ്യമായ ചരിത്ര സത്യമാണ്. അവന്റെ ഉത്ഥാനം ചരിത്ര പഠനത്തിന് അതീതമായ പ്രതിഭാസമാണ് എങ്കിലും വളരെ വിശ്വസനീയമായ രീതിയിലാണ് സുവിശേഷങ്ങൾ അവയെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതേസമയം ചരിത്രപുരുഷനായ യേശുക്രിസ്തുവിന്റെ ജീവിതത്തോടും മരണത്തോടും അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെന്ന പ്രഖ്യാപനത്തോടും എങ്ങനെ മനുഷ്യർ പ്രതികരിക്കുന്നു എന്നത് മതാത്മക തീരുമാനത്തിന്റെ അഥവാ വിശ്വാസത്തിന്റെ മേഖലയാണ് എന്നതും നമ്മൾ മറക്കരുത്. ക്രൈസ്തവ ഇസ്ലാമിക വിശ്വാസധാരകളുടെ ചരിത്രവും വർത്തമാനവും വചനഗ്രന്ഥങ്ങളും വ്യാഖ്യാനിക്കുന്ന സത്യാന്വേഷിയുടെ പുതിയ എപ്പിസോഡുമായി മറ്റൊരാഴ്ച കണ്ടുമുട്ടാം. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങളും നിരീക്ഷണങ്ങളും താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്ക് എഴുതുക. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ.